ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഉപയോഗം വന്നേക്കാം. അതായത് ഇവിടെ സിംഗപ്പൂർ ഒരു ബൈക്ക് വാങ്ങണമെങ്കിലുണ്ടല്ലോ 2-3 തരം ചിലവുകളുള്ളത്. അതായത് ആദ്യമേ ഒരു ബൈക്ക് ഉപയോഗിക്കാൻ വേണ്ട ലൈസൻസാണ്. അതായത് ഇവിടെ ബൈക്ക് ഓടിക്കാൻ 3 തരം ലൈസൻസാണുള്ളത്. അത് 2B 2A ക്ലാസ് 2 അങ്ങനെയുണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്ന്. അതായത് 2B വെച്ച് നമുക്ക് ആകെ ഓടിക്കാൻ പറ്റിയ ബൈക്ക് എന്ന് വെച്ചാൽ കണ്ട ഏതാണ് 200cc താഴെയുള്ള വണ്ടി. അതായത് ഡ്യൂക്ക് 200, R15, MT15, CB150, CBR150 അങ്ങനത്തെ എല്ലാ ചെറിയ ബൈക്കുകളൊക്കെ ഓടിക്കണമെങ്കിൽ 2B ലൈസൻസാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് 2A ലൈസൻസാണ് അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത്. അതിന് നമുക്ക് ഓടിക്കാൻ പറ്റിയത് 400cc അണ്ടറിലുള്ള വണ്ടികളാണ്. 400cc അണ്ടറിലുള്ള വണ്ടികളാണ്. അതായത് ഡ്യൂക്ക് 390, R3, CB400, CB400X, MT-03, CBR 400 അങ്ങനത്തെ 400cc, അതും 400cc താഴെ 200cc പൊക്കത്ത് ഉള്ള വണ്ടികൾ നമുക്ക് 2A ലൈസൻസ് വെച്ച് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ലൈസൻസാണ് ക്ലാസ് 2 ലൈസൻസ്. ക്ലാസ് 2 ലൈസൻസ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും, അതായത് 400cc പൊക്കത്ത് തൊട്ട് എത്ര വേണമെങ്കിലും, അതായത് ഏത് ബൈക്കാണെങ്കിലും ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു മൂടാണ്. അത് നമ്പർ നോക്കി. അപ്പോൾ എല്ലാ ലൈസൻസും ഇപ്പോൾ ചെന്നാലും കിട്ടില്ല. ആദ്യത്തെ ലൈസൻസ് എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിന് പോകാൻ വേണ്ടി. അപ്പോൾ 2-3 ലൈസൻസ് ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരു 5 വർഷം എടുക്കും കേട്ടോ. 3ാമത്തെ ലൈസൻസ് എടുത്ത് വരുമ്പോഴേക്കും ഒരു 5 വർഷം എടുക്കും. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ആൾക്കാർക്ക് ബൈക്ക് ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ആവും. അങ്ങനെയാണ് ഇവിടുത്തെ ലൈസൻസ് സിസ്റ്റം. അപ്പോൾ ബൈക്ക് ഓടിച്ച എക്സ്പീരിയൻസ് അപ്പോഴേക്കും വലിയ ബൈക്കൊക്കെ കൈ കിട്ടിക്കാനേ ഇവന്മാർക്ക് മനസ്സിലായി. നാട്ടിലെ പിള്ളേരൊക്കെ വലിയ ബൈക്കും കൊണ്ടൊക്കെ പറന്നൊക്കെ പോയി ആക്സിഡൻ്റ് ഒക്കെ ആവില്ലേ. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇത്ര ടൈം പീരീഡിൽ ലൈസൻസ് എടുക്കുന്ന ഒരു സെറ്റപ്പ് കൊണ്ടുവന്നേക്കാം.